അങ്ങനെ ചങ്ങമ്പരെ ഞാനെന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു വരിക്ക ചക്കയാണ് കേട്ടോ. അതായത് നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ നല്ല അടിപൊളി ഒരു ചക്കയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ, നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളൊന്നുമില്ല. അത് ഫുൾ ടൈം എപ്പോഴും അതിൽ ചക്ക കാണും. അങ്ങനത്തെ നമുക്കിത് ഒരു ചക്ക സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഞാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. ഇത് തൽക്കാലം ഞാൻ ഇതിൻ്റെ ചുമതല അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അമ്മയാണ് കേട്ടോ ആ ചക്ക കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് കുഴപ്പമില്ല കേട്ടോ. അമ്മ പരീക്ഷണത്തിൽ അമ്മ അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ചങ്ങന്മാരെ, അതിൻ്റെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാര്യം വരിക്കച്ചക്ക അത് നമ്മുടെ ഇപ്പോൾ നാടൻ വരിക്കയായിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഹൈബ്രിഡ് ഈ പ്ലാവുകളുടെ ഇതായിരുന്നാലും നമുക്കറിയാമല്ലോ, ആ ഒരു ചക്കയുടെയൊക്കെ ആ ഒരു പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ആ മണമെന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മണവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ നമ്മളെ പണ്ടത്തുള്ള ശീലമാണല്ലോ, ആ ചെറുതിലുള്ള ശീലങ്ങളാണല്ലോ. ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ എടുക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ആ ചുളകളൊക്കെ ഇങ്ങനെ ചക്കച്ചുള ഇങ്ങനെ കയ്യിലെടുക്കുക, അത് കഴിക്കുക, അത് നമ്മളൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ കാണിച്ചൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് അമ്മ അടുത്ത പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് അമ്മത്തെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നോന്നായിട്ട് ഇളക്കി ഇടക്കാണ് അമ്മയുടെ മെയിനായിട്ടുള്ള പരിപാടി. എൻ്റെ പരിപാടി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മാക്സിമം കഴിക്കുക. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളും വൈഫും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതിങ്ങനെ വളഞ്ഞങ്ങ് സൈഡിൽ നിൽക്കുകയാണ്. അമ്മ ഇങ്ങനെ ഇത് ഓരോന്നോന്നായിട്ട് സെറ്റാക്കി ഇടുന്നുണ്ട്. അതിനെ ഞങ്ങളിത് ഇങ്ങനെ മേടിച്ചങ്ങ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാ വീടുകളിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയാം കേട്ടോ. അല്ലേ, എല്ലാവരുടെ വീടുകളിലും ഇങ്ങനെയാണ്. ആരെങ്കിലും തലമുതിർന്ന ഒരാൾ ഇതേപോലെ കട്ട് ചെയ്തൊക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് മടിയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ ഈ പ്ലാവിൻ്റെ കറയൊക്കെ ആക്കാനായിട്ട് നമ്മുടെ ഭയങ്കര മടിയാണ്. പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ എടുത്ത് വെറുതെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും ചങ്ങന്മാരെ അടിപൊളി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു അടിപൊളി ഒരു പ്ലാവാണ്. അതായത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി. അതായത് കംപ്ലീറ്റ് ഫുൾ ടൈം അതിൽ ചക്ക തന്നെയാണ്. ഒരു സ്റ്റെപ്പ് കഴിയും തോറും അടുത്ത പെട്ടെന്നാണ് കേട്ടോ. മറ്റേ നമ്മൾ വർഷം തോറും അങ്ങനെ കാത്തിരിക്കേണ്ട. ഇതിൽ ചക്ക തീരത്തില്ല. ഒരു സൈഡിൽ കൂടെ ചക്ക ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും, ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പുതിയ ചക്കകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അടിപൊളി പ്ലാവാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാനിതിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പ്ലാവും മറ്റു കാര്യങ്ങളൊന്നും കാണിക്കാതെ കേട്ടോ. അപ്പോൾ ചക്കന്മാരെ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ലാസ്റ്റ് ഒന്നേ പിൻ ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പോയി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും മറക്കേണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.